ഹലോ ഫ്രണ്ട്സ്, PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മൾ സെറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരുന്നു ഡിവൈസ് ചെയ്തിരുന്നത്. സോ ഈ ക്ലാസ് അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. സോ നമുക്ക് വേഗം ക്ലാസ്സിലോട്ട് പോകാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഐഡൻറ്റിഫൈ ദ ഡിവൈസ് ത്രൂ വിച്ച് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ആർ എൻറ്റേർഡ് ഇൻ ടു എ കമ്പ്യൂട്ടർ. എന്താണ് ക്വസ്റ്റ്യൻ? അതായത് ഒരു കമ്പ്യൂട്ടറിനകത്തേക്ക് ഡാറ്റാസും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എൻറ്റർ ചെയ്യുന്ന ഡിവൈസിനെ പറയുന്ന പേരെന്താണ്? സോ നമുക്ക് 4 ഓപ്ഷനാണ് തന്നിരിക്കുന്നത്: സോഫ്റ്റ്വെയർ, ഔട്ട്പുട്ട് ഡിവൈസ്, ഇൻപുട്ട് ഡിവൈസ്, മെമ്മറി യൂണിറ്റ്. ഓക്കെ, സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? നമുക്ക് ഇത് 4ഉം എന്താണെന്ന് പഠിക്കാം. ഓക്കെ, സോഫ്റ്റ്വെയർ എന്താണ്? ഈ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, സെറ്റ് ഓഫ് ഡാറ്റാസ്. ഇതിനൊക്കെ നമ്മൾ പറയുന്ന പേരെന്താ? സോഫ്റ്റ്വെയർ എന്നാണ് പറയുക. എന്താണ്? സോഫ്റ്റ്വെയർ. ഓക്കെ അല്ലേ? ഇനി എന്താ? ഔട്ട്പുട്ട് ഡിവൈസ്, ഇൻപുട്ട് ഡിവൈസ് എന്ന് പഠിക്കാം. ഫസ്റ്റ് എന്താ? ഇൻപുട്ട് ഡിവൈസ് പഠിക്കാം. ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതായത് ഒരു കമ്പ്യൂട്ടറിനകത്തേക്ക് വിവരങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണ് എന്ത്? ഇൻപുട്ട് ഡിവൈസ്. ഓക്കെ അല്ലേ? ഒരു എക്സാമ്പിൾ പറയാനുണ്ട്. അപ്പോൾ കീബോർഡ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുക? നമ്മളൊരു കമ്പ്യൂട്ടറിനകത്തേക്ക് വിവരങ്ങളും ഡാറ്റാസ് ഒക്കെ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? കീബോർഡ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ മൗസ് എന്ത് ചെയ്യുക? ഇതുപോലെ വിവരങ്ങളൊക്കെ അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? മൗസും കീബോർഡൊക്കെ യൂസ് ചെയ്യുക. സോ ഈ മൗസ്, കീബോർഡ് അതൊക്കെ എന്താണ്? ഇൻപുട്ട് ഡിവൈസ് ആണ്. എന്താണ്? ഇൻപുട്ട് ഡിവൈസ്. അപ്പോൾ ഇൻപുട്ട് ഡിവൈസ് ക്ലിയർ അല്ലേ? അപ്പോൾ ഔട്ട്പുട്ട് ഡിവൈസ് എന്തായിരിക്കും? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് നമ്മൾ വിവരങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നതാണ് ഇൻപുട്ട് ഡിവൈസ് എങ്കിൽ വിവരങ്ങൾ ഇങ്ങോട്ട് തരുന്നത് ആരാണ്? അത് ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അതായത് മോണിറ്റർ എന്താ ചെയ്യുക? നമുക്ക് ഇങ്ങോട്ട് വിവരങ്ങൾ തരില്ലേ? കമ്പ്യൂട്ടറിൽ വിവരങ്ങൾ നമുക്ക് ഇങ്ങോട്ട് തരും. അതെന്താ? മോണിറ്ററൊക്കെ. അപ്പോൾ ഈ മോണിറ്ററൊക്കെ എന്താണ്? അത് ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസും പഠിച്ചു. പിന്നെ സോഫ്റ്റ്വെയർ പഠിച്ചു. ഓക്കെ, സോ ഇനി എന്താ? മെമ്മറി യൂണിറ്റ്. ഈ മെമ്മറി യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും രണ്ടെണ്ണമുള്ളത്. പ്രൈമറി മെമ്മറി ഉണ്ട്, സെക്കൻഡറി മെമ്മറി ഉണ്ട്. ഈ പ്രൈമറി മെമ്മറിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന 2 പേരാണ് റാമും റോമും. ഇവരെന്താണെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി. എന്താണ്? റാൻഡം ആക്സസ് മെമ്മറി. ദെൻ റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറി. എന്താണ്? റീഡ് ഓൺലി മെമ്മറി. റാമും റോമും. ഈ റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമനൻ്റ് ആണ്. റോം ആരാണ്? പെർമനൻ്റ് ആണ്. അപ്പോൾ പെർമനൻ്റ് ആണെങ്കിൽ അവർ മാറില്ല അല്ലേ? അതായത് നോൺ വൊളാറ്റൈലാണ്. അപ്പോൾ റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറി. അവർ പെർമനൻ്റ് ആണെങ്കിൽ അവർ മാറില്ല. സോ അവരെന്താണ്? നോൺ വൊളാറ്റൈലാണ്. ഇനി റാം എന്ന് പറഞ്ഞാലോ? ഇത് പെർമനൻ്റ് ആണ്. റോം പെർമനൻ്റ് ആണെങ്കിൽ റാം എന്തായിരിക്കും? അത് ടെമ്പററി ആണ്. ആരാണ്? ടെമ്പററി എന്ന് പറഞ്ഞാൽ എന്താ? അത് ചേഞ്ച് ചെയ്യും അല്ലേ? അതായത് വൊളാറ്റൈലാണ്. അപ്പോൾ വൊളാറ്റൈൽ മെമ്മറി ഏതാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ എന്താണ് വൊളാറ്റൈൽ മെമ്മറി? അത് നമ്മുടെ റാം ആണ്. റാം എന്ന് പറഞ്ഞാൽ എന്താ? റാൻഡം ആക്സസ് മെമ്മറി. ടെമ്പററി ആണ്, വൊളാറ്റൈലാണ്. റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? റീഡ് ഓൺലി മെമ്മറി. അത് പെർമനൻ്റ് ആണ്, നോൺ വൊളാറ്റൈലാണ്. പഠിച്ചില്ലേ? ഇതൊക്കെ എന്താ? പ്രൈമറി മെമ്മറിയാണ്. ഓക്കെ അല്ലേ? ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ക്വസ്റ്റിനിലോട്ട് വരാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അതായത് ഒരു കമ്പ്യൂട്ടറിനകത്തേക്ക് ഡാറ്റാസും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എൻ്റർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസ് താഴെ തന്നിരിക്കുന്നില്ല. ഏതാണ്? നമ്മൾ പഠിച്ചില്ലേ? ഏതാണ് ആ ഡിവൈസ്? യെസ്, അത് ഇൻപുട്ട് ഡിവൈസ് ആണ്. എന്താണ്? ഇൻപുട്ട് ഡിവൈസ്. അപ്പോൾ ഇൻപുട്ട് ഡിവൈസിന് ഒരു എക്സാമ്പിൾ പറഞ്ഞേ. അത് കീബോർഡ്, മൗസ്, ഇതൊക്കെ എന്താ? ഇൻപുട്ട് ഡിവൈസ് ഒന്നുകൂടെ നമുക്ക് പറയാം. അതായത് ഒരു കമ്പ്യൂട്ടറിനകത്തേക്ക് വിവരങ്ങൾ കൊടുക്കുന്നതാണെന്ത്? ഇൻപുട്ട് ഡിവൈസ്. നമുക്ക് ഇങ്ങോട്ട് തരുന്നതാണെങ്കിലോ? ഔട്ട്പുട്ട് ഡിവൈസ്. ഓക്കെ അല്ലേ? ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ അറിത്മെറ്റിക് മീൻ ഓഫ് ദ ഫോളോയിങ് ഡാറ്റ. നമുക്കൊരു കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അവിടെ മീൻ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഈ മീൻ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. നമ്മൾ എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന നമ്പേഴ്സ് എല്ലാം കൂടി കൂട്ടിയിട്ട് എത്ര നമ്പേഴ്സ് ഉണ്ടോ അത്രയും നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ അല്ലേ? സോ ഇവിടെ നമുക്ക് 5 നമ്പേഴ്സാണ് തന്നിരിക്കുന്നത്. ഇവരുടെ സമ്മ് എല്ലാതും കൂടെ ഒന്ന് കൂട്ടി നോക്കുക. നമുക്ക് കിട്ടുക 265 ആണ്. ഓക്കെ, സോ എത്ര നമ്പേഴ്സ് ഉണ്ട്? 5 നമ്പേഴ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ 265 ഡിവൈഡഡ് ബൈ 5 എത്ര വരിക? യെസ്, അത് 43 ആണ്. അപ്പോൾ 43 ആണ് നമ്മുടെ മീൻ. സിമ്പിൾ അല്ലേ? ഓക്കെ, സോ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവാം. എന്താണ്? ദ ഫിലോസഫി വിച്ച് ഡിസ്ക്രൈബ് ദ മെറ്റാഫിസിക്കൽ വ്യൂ ദാറ്റ് അസോസിയേറ്റ്സ് റിയാലിറ്റി ഓഫ് ഐഡിയാസ്. നമുക്കൊന്നും നോക്കണ്ട, നമുക്കിത് മാത്രം നോക്കിയാൽ മതി. റിയാലിറ്റി ഓഫ് റിയാലിറ്റി ഓഫ് ഐഡിയാസ്. അതിനൊക്കെ ഐഡിയാസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഏതാണ്? യെസ്, അത് ഐഡിയലിസം ആണ്. എന്താണ്? ഐഡിയലിസം. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഫാദർ ഓഫ് ഐഡിയലിസം ആരാണ്? നമ്മൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പഠിച്ച കാര്യമാണ്. ഫാദർ ഓഫ് ഐഡിയലിസം അത് പ്ലേറ്റോ ആണ്. ആരാണ്? പ്ലേറ്റോ ആണ്. ഇനി നാച്ചുറലിസത്തിൻ്റെ ഫാദർ ആരാണ്? അത് റൂസോ ആണ്. ആരാണ്? റൂസോ. അപ്പോൾ നാച്ചുറലിസം റൂസോ, ഐഡിയലിസം പ്ലേറ്റോ. ഓക്കെ അല്ലേ? അപ്പോൾ ഐഡിയലിസത്തിൻ്റെ ഫാദർ പ്ലേറ്റോ,
നാച്ചുറലിസത്തിൻ്റെ ഫാദർ റൂസോ. ദെൻ പ്രാഗ്മാറ്റിസോ ജോൺ ഡൂയി അല്ലേ. ജോൺ ഡൂയി എന്താണ് ലേണിംഗ് ബൈ ഡൂയിങ്, അതുപോലെ പ്രോജക്റ്റ് മെത്തേഡ്, പ്രോഗ്രസീവ് ലേണിംഗ്, ഈ മെത്തേഡ്സ് ഒക്കെ കൊണ്ടുവന്ന ആരാണ്? അത് പ്രാഗ്മാറ്റിസം ആണ്. ഓക്കെ അല്ലേ. അപ്പോൾ പ്രാഗ്മാറ്റിസം, ജോൺ ഡൂയി, ലേണിംഗ് ബൈ ഡൂയിങ്, പ്രോജക്റ്റ് മെത്തേഡ്, പ്രോഗ്രസീവ് ലേണിംഗ്, ഇതൊക്കെ എന്താണ്? പ്രാഗ്മാറ്റിസം. ഓക്കെ അല്ലേ. ഓക്കെ. റിയലിസം വാല്യൂസ്, റിയാലിറ്റി പ്രിൻസിപ്പിൾസ് ആണ്. ഓക്കെ അല്ലേ. ഓക്കെ. സോ നാച്ചുറലിസം പഠിച്ചു. നാച്ചുറലിസം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഫാദർ ഓഫ് നാച്ചുറലിസം റൂസോ ആണ് പഠിച്ചു. ഇനി റൂസോയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്ക് ഉണ്ട്, അതേതാണ്? എമിലി. ഏതാണ്? എമിലി. ഈ എമിലി, അതുപോലെ തന്നെ സോഷ്യൽ കോൺട്രാക്ട്, ഇതൊക്കെ എന്താണ്? റൂസോൻ്റെ ആണ്. ഓക്കെ. സോ നാച്ചുറലിസം, ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ചൈൽഡ് എന്താണ്? നാച്ചുറലി ആണ് പഠിക്കുക, സൊസൈറ്റിയാണ് അവനെ മാറ്റുക, കറപ്ഷൻസ് ഒക്കെ കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അത് നാച്ചുറലിസം ആണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. സോ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? ദ കോൺസെപ്റ്റ് ഓഫ് ഇമോഷണൽ ഇൻ്റലിജൻസ് വാസ് പോപ്പുലറൈസ്ഡ് ബൈ. അപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് പോപ്പുലറൈസ് ചെയ്തത് താഴെ തന്നിരിക്കുന്നവരിൽ ആരാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. സോ 4 ഓപ്ഷൻ ഉണ്ട്: ഗിൽഫോർഡ്, ബന്ദൂര, സ്പിയർമാൻ, ഡാനിയൽ ഗോൾമാൻ. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ഇമോഷണൽ ഇൻ്റലിജൻസ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ഡാനിയൽ ഗോൾമാൻ ആണ്. ആരാണ്? ഡാനിയൽ ഗോൾമാൻ. ക്ലിയർ അല്ലേ. നമുക്ക് ഓരോ ഓപ്ഷനും പഠിക്കാം. ഫസ്റ്റ് ആരാണ്? ഗിൽഫോർഡ് അല്ലേ. ഗിൽഫോർഡ് കൊണ്ടുവന്നതാണ് മോഡൽ ഓഫ് ഇൻ്റലക്റ്റ് മോഡൽ, അല്ലെങ്കിൽ മോഡൽ ഓഫ് ഇൻ്റലക്റ്റ്. ഇതൊക്കെ കൊണ്ടുവന്ന ആരാണ്? നമ്മുടെ ഗിൽഫോർഡ് ആണ്. ഓക്കെ അല്ലേ. ഇനി ബന്ദൂര. ഇപ്പം ബന്ദൂരയുടെയാണ് സോഷ്യൽ ലേണിംഗ് തിയറി. എന്താണ്? സോഷ്യൽ ലേണിംഗ് തിയറി. ഇതൊക്കെ ആരാ കൊണ്ടുവന്നത്? ഇത് ആൽബർട്ട് ബന്ദൂരയാണ് കൊണ്ടുവന്നത്. ഓക്കെ അല്ലേ. പിന്നെ സ്പിയർമാൻ്റെയാണ് 2 ഫാക്ടർ തിയറി ഓഫ് ഇൻ്റലിജൻസ്. 2 ഫാക്ടറാണ് അദ്ദേഹം പറഞ്ഞത്, ജി ഫാക്ടറും അതുപോലെ തന്നെ എസ് ഫാക്ടറും. എന്താ? 2 ഫാക്ടർ അല്ലേ. സോ 2 ഫാക്ടർ തിയറി ഓഫ് ഇൻ്റലിജൻസ് കൊണ്ടുവന്നത് ആരാണ്? സ്പിയർമാൻ. ആരാണ്? സ്പിയർമാൻ. ഇനി ഡാനിയൽ ഗോൾമാൻ്റെയാണ് ഇമോഷണൽ ഇൻ്റലിജൻസ്. അപ്പോൾ നമ്മുടെ ആൻസർ ആരാണ്? ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ ഒരു ടേം പോപ്പുലറൈസ് ചെയ്തത് ആരാണ്? അത് ഡാനിയൽ ഗോൾമാൻ ആണ്. ക്ലിയർ അല്ലേ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ്, അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ നമ്മൾ പഠിച്ചു അല്ലേ. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. സോ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.